ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നോക്കാൻ പോകുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ തുടങ്ങുന്നത് തന്നെ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ്. നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്നത്, ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്നു എന്നുള്ളതിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ് ആണ് ഇലക്ട്രിക് കറണ്ട്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് I = Q/T. Q എന്ന് പറയുന്നത് എത്ര ഒഴുകിയ ചാർജിൻ്റെ എമൗണ്ടും ടി എന്ന് പറയുന്നത് സമയവും. ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ. ക്യൂയുടെ യൂണിറ്റ്, ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൊളൂംബ്. ടി എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലാണ് നമ്മൾ കണക്കാക്കുക. ഇനി ഇതിൽ അമീറ്റർ എന്നുള്ളൊരു ഉപകരണമാണ് നമ്മൾ ഒരു സർക്യൂട്ടിൽ എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്ന് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് അമീറ്റർ. ഈ അമീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടായിരിക്കും. നമ്മൾ ഇനി നോക്കുന്നത് എനർജി ചേഞ്ചസ്, അതായത് നമ്മൾ താഴെ തന്നിരിക്കുന്ന കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, ആ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിലും എന്ത് എനർജി ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ആദ്യത്തെ ഫിഗർ തന്നിരിക്കുന്നത് അയൺ ബോക്സ്, അവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. അടുത്തെന്താ ഫാനിൽ എന്ത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് അത് മെക്കാനിക്കൽ എനർജിയായി മാറുന്നു. അടുത്ത് നമ്മളൊരു ഫ്ലോറസെൻറ്റ് CFL ബൾബാണ്, അതെന്തായിരുന്നു? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജിയായി മാറുന്നു. ഇവിടെ ഒരു സ്പീക്കർ പോലെ തന്നിട്ടുണ്ട്, ആ സ്പീക്കർ എന്താകുന്നത്? ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. അടുത്തൊരു മിക്സിയാണ് തന്നിരിക്കുന്നത്, അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അടുത്തൊരു ആംപ്ലിഫയർ പോലത്തെ ഹോൺ അടിക്കുന്നു, ആംപ്ലിഫയർ പോലെ തന്നിട്ടുണ്ട്, അതെന്താ? ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. ഇപ്പം നമുക്ക് ഇതൊന്ന് മനസ്സിലാവുന്നത് ഊർജ്ജം എന്ന് പറയുന്നത്, ഇപ്പോൾ സൂര്യനിൽ നമുക്ക് ഊർജ്ജം കിട്ടി, പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഊർജ്ജം ഭൂമിയിൽ എല്ലാവരുടെയും ഒന്നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറുകയല്ലാതെ ഊർജ്ജത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുക. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്താകുന്നത്? കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കറണ്ട് എന്താണെന്ന് നോക്കിയല്ലോ. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത കൺസെപ്റ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മളൊരു 2 വയർ എടുക്കുകയാണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്ന് ബിയിലോട്ട് നമ്മൾ ഒരു ചാർജിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്ന വർക്ക്, നമ്മളവിടെ ഒരു ജോലി ചെയ്ത് എയിൽ നിന്ന് വർക്ക് ചെയ്ത് എന്ത് ചെയ്യുവാണ്? നമ്മൾ ബിയിലോട്ട് ഒരു ചാർജിനെ എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന വർക്ക് ബൈ ചാർജിനെയാണ് എന്ത് പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. എയിൽ നിൽക്കുന്ന ഒരു ചാർജിനെ ബിയിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന വർക്ക് ബൈ ചാർജിനെയാണ് എന്ത് പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആവുന്നത് നമ്മൾ 1 കുളൂം ചാർജിനെ എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുമ്പോൾ 1 ജൂൾ ഓഫ് വർക്ക് നടക്കുകയാണെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ വോൾട്ടേജ് അളക്കാൻ, അല്ലെങ്കിൽ വോൾട്ടേജ് എത്രത്തോളം വോൾട്ടേജ് അവിടെ നിന്ന് പാസ് ചെയ്തു എന്ന് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് വോൾട്ട് മീറ്റർ. ഈ വോൾട്ട് മീറ്റർ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്യുന്നത് പാരലായിട്ടായിരിക്കും, അല്ലെങ്കിൽ സമാന്തര രീതിയിലായിരിക്കും ഒരു വോൾട്ട് മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജൂൾ നിയമമാണ്. ജൂൾ നിയമം ഇതാണ്: ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചൂടിൻ്റെ അളവ് അല്ലെങ്കിൽ താപത്തിൻ്റെ അളവ് അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ വർഗത്തിൻ്റെയും അതിലൂടെ ഒഴുകുന്ന ആ ജാലകത്തിൻ്റെ റെസിസ്റ്റൻസിൻ്റെയും അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ സമയത്തിനും നേരനുപാതത്തിലായിരിക്കും. The heat generated in a current carrying conductor is directly proportional to the product of the square of the current in the conductor, resistance of the conductor and the time of flow of current. അപ്പോൾ H = I²RT എന്നുള്ള ഫോർമുലയുണ്ട്, H = V²T/R എന്നുള്ള ഫോർമുലയുണ്ട്, H = VAT. ഇതിൽ H = I²RT എന്നുള്ള ഫോർമുല അറിഞ്ഞാൽ നമ്മൾ ഓം ലോ പ്രകാരം V = IR അതിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ ബാക്കി ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. H = I²RT, H = V²T/R, H = VAT. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോയാണ് ജൂൾ ലോ.
ജൂൾ നിയമപ്രകാരം ചൂടുണ്ടാകാൻ കാരണമാകുന്ന ആരൊക്കെയാണ്? വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. വോൾട്ടേജ് നമ്മൾ വി എന്ന് റെപ്രസെൻ്റ് ചെയ്യും, കറണ്ടിനെ ഐ റെപ്രസെൻ്റ് ചെയ്യും, റെസിസ്റ്റൻസിനെ ആർ അല്ലെങ്കിൽ ഓം എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. ടൈം എപ്പോഴും സെക്കൻഡിലാണ് നമ്മൾ കണക്കാക്കുക. നമ്മളിനി നോക്കുന്നത് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധകങ്ങൾ എന്താണെന്നുള്ളതാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഒഴുകുന്നതിനെ ഒപ്പോസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? റെസിസ്റ്റേഴ്സ്. ഒരു ജാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനുണ്ടാകുന്ന തടസ്സമാണ് പ്രതിരോധകം അല്ലെങ്കിൽ പ്രതിരോധകങ്ങൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ യൂണിറ്റ് ഓം ആണ് നമ്മൾ കണക്കാക്കുക. സിമ്പൽ വന്നിട്ട് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. എന്തൊക്കെ മൂലമാണ് റെസിസ്റ്റൻസ്, എന്തൊക്കെയാണ് റെസിസ്റ്റൻസിനെ ബാധിക്കുന്നത്? നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ സ്വഭാവം. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിൻ്റെ ജാലകത്തിൻ്റെ നീളം. തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിൻ്റെ വണ്ണം. അതുപോലെ തന്നെ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ. ഇതിൽ രണ്ടെണ്ണത്തിൽ ഈ ലെങ്ത് ഓഫ് ദി കണ്ടക്ടറും അതുപോലെ ടെമ്പറേച്ചർ കൂടുകയോ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ നീളം കൂടുകയോ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് സ്വാഭാവികം. നീളത്തിനും ടെമ്പറേച്ചറിനും റെസിസ്റ്റൻസ് നേരനുപാതത്തിലാണ്. നേരനുപാതത്തിൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും. അവിടെ വണ്ണത്തിൻ്റെ കേസിൽ വരുമ്പോൾ വിപരീത അനുപാതത്തിലാണ്. ഇപ്പോൾ വണ്ണം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. വണ്ണം കുറവാണെങ്കിലോ റെസിസ്റ്റൻസ് കൂടും. അതിന് വിപരീത അനുപാതത്തിലും അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. അതുപോലെ ലെങ്ത്തിൻ്റെ കേസിലും അതുപോലെ ടെമ്പറേച്ചറിൻ്റെ കേസിലും അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. പ്രതിരോധകങ്ങളുടെ ക്രമീകരണം, അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ് തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഒരേ വരിയിൽ വയ്ക്കുന്നതിനാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ. റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് കണ്ടിന്യൂസ്ലി വൺ ആഫ്റ്റർ ദി അതർ. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് വയ്ക്കുന്നതിന് സീരീസ് കണക്ഷൻ എന്ന് പറയും. അതിൽ നമ്മൾ ഇവിടെ ശ്രേണി രീതിയിൽ നിങ്ങൾ ആ ഫിഗർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വ്യത്യാസമുള്ളത്. ഇപ്പോൾ ഒരു ശ്രേണി രീതിയിൽ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. അവിടെ വ്യത്യാസമായി വരുന്നത് എപ്പോഴും വോൾട്ടേജ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് R1ൻ്റെ അടുത്ത് ഉണ്ടാകുന്നത് V1 എന്ന് പറയുന്ന വോൾട്ടേജും R2ൻ്റെ അവിടെ ഉണ്ടാകുന്നത് V2 എന്ന് പറയുന്ന വോൾട്ടേജും ആയിരിക്കും. അവിടെ കറണ്ട് എന്തായിരിക്കും? ഓൾവേസ് സെയിം ആയിരിക്കും. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഇതിൽ വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഓംസ് ലോ പ്രകാരം V = IR. ഈ മൊത്തം സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് V = IR പറയും. അപ്പോൾ നമ്മൾ IR1 + IR2 എന്ന് എഴുതും. ദെൻ ഈ I എല്ലാത്തിലും സെയിം ആയതുകൊണ്ട് I എല്ലാം കട്ട് ചെയ്ത് പോയി R = R1 + R2 എന്നാവും. അപ്പോൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എത്ര റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടോ ആ റെസിസ്റ്റൻസിൻ്റെ എല്ലാം തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ആ സർക്യൂട്ടിൽ കിട്ടുന്ന സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. അടുത്ത രീതിയാണ് നമ്മൾ റെസിസ്റ്റൻസിനെ പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ സമാന്തര രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ എക്സാമ്പിൾ എളുപ്പമായിട്ട് പറയാൻ വേണ്ടി നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ട്രാക്കിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തെ ട്രാക്കിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെയും വയേഴ്സ് ഒരു കോമൺ പോയിന്റിൽ വെച്ചിട്ട് നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതാണ് പാരലൽ കണക്ഷൻ. ഇവിടെ ദ എൻഡ് ഓഫ് ഈച്ച് റെസിസ്റ്റേഴ്സ് ജോയിൻ ടുഗദർ ആൻഡ് കോമൺലി കണക്റ്റഡ് ടു എ സർക്യൂട്ട്. ഇവിടെ എന്താ അറിയോ ഡിഫറൻ്റ് ആവുക? ഈ സർക്യൂട്ടിൽ നിന്ന് പോകുന്ന കറണ്ട് ഇവിടെ രണ്ട് വയറായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് വോൾട്ടേജ് തുല്യമായിരിക്കും. ഇവിടെ കറണ്ട് സ്പ്ലിറ്റ് ആവും, കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇത് വെച്ച് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഓംസ് ലോ പ്രകാരം നമ്മൾ ഇവിടെ ടോട്ടൽ കറണ്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ I = I1 + I2 എന്ന് വരും. ഇവിടെ ഒരു സർക്യൂട്ടിൻ്റെ മുകളിൽ ടോട്ടൽ കറണ്ടാണ് I. അപ്പോൾ നമ്മൾ I1ൽ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് I കണ്ടുപിടിക്കുന്ന ഓംസ് ലോ പ്രകാരം I = V/R ആണ്. I = V/R ആണ്. സോ I1 = V/R1 എന്ന് വരും. I2 എന്ത് പറയും? V/R2 എന്ന് വരും. സോ ടോട്ടൽ കറണ്ട് V/R = V/R1 + V/R2 എന്ന് വരും. ഇതിലെല്ലാത്തിലും വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് നമ്മൾ വോൾട്ടേജ് മാറ്റി. അപ്പോൾ ടോട്ടൽ ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R = 1/R1 + 1/R2 ആയിരിക്കും. ഇതിന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത് R = R1 × R2/R1 + R2 എന്നുള്ള ഫോർമുലയിലോട്ട് മാറും. ഇവിടെ പൊതുവെ സീരീസിനെ കമ്പയർ ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കുറവായിരിക്കും. ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അയൺ ബോക്സിന് എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ
അവിടെ എന്താ ജനറേറ്റ് ചെയ്യുന്നത്? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ പ്രോസസ് വൈസ് ഹീറ്റ് ഈസ് ജനറേറ്റ്, ഒരു കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. എപ്പോൾ? കറണ്ട് പാസ് ചെയ്യും. അതിനെയാണ് ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുക. ഇപ്പം നമ്മൾ ആ ജൂൾ ഹീറ്റിംഗ് എന്ന് മനസ്സിലായില്ലേ? അതിനെ ആ ഹീറ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അറിയോ? ഹീറ്റിംഗ് കോയിൽ എന്നാണ് പറയുക. ആ ചൂടാകുന്ന ഭാഗം ഹീറ്റിംഗ് കോയിൽ എന്ന് പറയും. ഈ ഹീറ്റിംഗ് കോയിൽ, ഹീറ്റ് പ്രൊഡ്യൂസിങ് പാർട്ടിനെയാണ് ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുക. ഈ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം വയർ കൊണ്ടാണ്. നിക്രോം എന്നുള്ളത് നിക്കൽ, ക്രോമിയം ആൻഡ് അയേണിൻ്റെ സങ്കരമാണ്, അലോയാണ് നിക്രോം എന്ന് പറയുന്നത്. ഈ ഹീറ്റിംഗ് കോയിലിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഇതാണ്: ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്സിഡേഷൻ ആവാതെ, ഓക്സീകരിക്കാതെ ചുട്ടുപഴുത്ത ദീർഘനേരം നിൽക്കുന്നു. ഉയർന്ന റെസിസ്റ്റിവിറ്റി, അതുപോലെ തന്നെ ഉയർന്ന ദ്രവണാങ്കം എന്നിവ നിക്രോം വയറിൻ്റെ അല്ലെങ്കിൽ നിക്രോം ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകതകളാണ്. സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് എന്നാൽ ഒരു സർക്യൂട്ടിൽ അമിതമായിട്ടുള്ള, അതായത് നമ്മൾ ഇടിവാൾ മിന്നുമ്പോൾ അല്ലെങ്കിൽ ഇടി വെട്ടുമ്പോഴൊക്കെ നമ്മൾ അമിതമായിട്ടുള്ള കറണ്ട് ഒരു സർക്യൂട്ടിലോട്ട് വരുമ്പോൾ ആ സർക്യൂട്ടിനെ മറ്റുപകരണങ്ങളിലോട്ട് പോവാതെ, ആ കറണ്ടിനെ മറ്റുപകരണങ്ങളിലോട്ട് പോവാതെ ആ ഉപകരണങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സേഫ്റ്റി ഫ്യൂസ്. ഈ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്റ്റ് അസ്, എല്ലാ ഇൻസ്ട്രുമെൻസിനെയും എല്ലാ ഡേഞ്ചറിൽ നിന്നും ആ സർക്യൂട്ടിനെയും ആ ബോർഡിനെ സംരക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സേഫ്റ്റി ഫ്യൂസ്. ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ താഴ്ന്ന ദ്രവണാങ്കം അല്ലെങ്കിൽ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. പ്രതിരോധം എന്തായിരിക്കും? പ്രതിരോധം കുറവായിരിക്കും. ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും, അതായത് വലിച്ചു നീട്ടാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ടിന്നും ലെഡിൻ്റെയും സങ്കരമാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസായിട്ട് യൂസ് ചെയ്യുക. സേഫ്റ്റി ഫ്യൂസ് യൂസ് ചെയ്യുമ്പോൾ ബാക്കി ഉപകരണങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡും എന്താണെന്നുള്ളതാണ്. ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയറുകളുടെ, പോസിറ്റീവും നെഗറ്റീവ് വയറുകളുടെ എൻഡ് ഒരു റെസിസ്റ്റൻസ് ഇല്ലാതെ നേരിട്ട് കോണ്ടാക്റ്റ് വരുന്നതിനാണ് എന്ത് പറയുക? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുക. ഓവർലോഡ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിനധികം നമ്മൾ വാട്ടുള്ള പവറുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അതിലോട്ട് ഘടിപ്പിക്കുമ്പോൾ വരുന്ന പ്രക്രിയയാണെന്ത്? ഓവർലോഡ് എന്ന് പറയുന്നത്. പവർ എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ എൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഉപകരണം ഒരു സെക്കൻഡിൽ എത്ര എനർജി ഉപയോഗിക്കുന്നു എന്നുള്ളതിനെയാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുക. നമ്മളവിടെ ഹീറ്റ് പഠിച്ച ഫോർമുലയിൽ ടൈം ഇല്ലാതെ, പവറിൻ്റെ ഫോർമുല വർക്ക് ബൈ ടൈമാണ്. സോ ഇവിടെ വർക്കായിട്ട് നടക്കുന്നത് ഹീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഹീറ്റിൻ്റെ ഫോർമുലയിൽ പഠിച്ച എല്ലാം ടി ഇല്ലാതെ വരുന്നതിനാണ് പവറിൻ്റെ ഫോർമുല. ഉദാഹരണം P = I²R, P = VI, P = V²/R. ഇങ്ങനെ പവറിൻ്റെ യൂണിറ്റ് നമ്മൾ എപ്പോഴും എഴുതുന്നത് വാട്ടിലായിരിക്കും.